എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 6000 mAh ലൈഫ് PO4 ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ലൈഫ് PO4 ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയെ കുറിച്ച് ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം 100 AH ബാറ്ററി ആയിരുന്നു. ഇത് 6 AH ആണ്. അപ്പോൾ ഇത്രയും ചെറിയൊരു ബാറ്ററി നമ്മുടെ ഇവിടെ പുതുതായിട്ട് വന്നതാണ്, അതും ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ്. ഇതിനു മുമ്പ് നമുക്ക് ഇവിടെ ലഭിച്ചിരുന്നത് ലയൺ ബാറ്ററി ആയിരുന്നു. അപ്പോൾ ലയൺ ലിഥിയം ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ബാറ്ററിയെ കുറിച്ചുള്ള ഒരു വീഡിയോയും ഇതുവരെ ചെയ്തിട്ടില്ല. ഇതാവുമ്പോൾ സേഫ് മോഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് ക്ലോസ് വാച്ച് ചെയ്ത് നോക്കാം. 6000 mAh ആണ് എഴുതിയിരിക്കുന്നത്. 3.2 വോൾട്ട് ആണ്. അപ്പോൾ 3.2 വോൾട്ട് ഇതിനു മുമ്പ് നമ്മളുടെ പഴയ ടോർച്ചിലൊക്കെ ഇടുന്ന ഒരു മീഡിയം സൈസ് ബാറ്ററിയുടെ വലിപ്പമാണ് ഇതിനുള്ളത്. സാധാരണ ലിഥിയം ലയൺ ബാറ്ററിയൊക്കെ ഇതിലും വളരെ നാരോ ആയിട്ട് 6000 mAh എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. പക്ഷെ അത് 3 AH പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ലിഥിയം ലയൺ ബാറ്ററി ഒന്ന് പരിചയപ്പെടാം. ഇത് 3000 mAh ആണ്. ഇത് സാധാരണ ഒരു AA സൈസ് ഉള്ള ബാറ്ററിയാണ്. ഇത് കേസിനൊക്കെ ഉള്ളിൽ ഇടാവുന്ന തരത്തിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഈ 3.7 വോൾട്ട് ലിഥിയം ലയൺ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 3.7 വോൾട്ട് ലയൺ ബാറ്ററി. അപ്പോൾ ലിഥിയം ലയൺ ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ബാറ്ററികൾ ഒരു കാരണവശാലും പൊട്ടിത്തെറിക്കുന്നതല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ വോൾട്ടേജ് വരുന്നത് 3.251 ആണ്. ഇനി നമുക്ക് ലയൺ ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് നോക്കാം. ഈ ബാറ്ററി 3.874 വോൾട്ട് ആണ്. അതായത് ലിഥിയം ലയൺ ബാറ്ററി. ഇനിയിപ്പോ ഈ ഒരു ബാറ്ററി 4 വെച്ച് നമുക്ക് 6 AHന്റെ 2 വോൾട്ട് ബാറ്ററി നിർമ്മിക്കാവുന്നതാണ്. അയൺ ബാറ്ററി ആണെങ്കിൽ 3 മതി, കാരണം ഇത് 3.7 വോൾട്ട് ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ ഒരു ബാറ്ററി ഒന്നും ഇൻവെർട്ടറിനോ അതേപോലെയുള്ള സാമഗ്രികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതല്ല. അപ്പൊ ഇതേപോലെയുള്ള ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തിയ സോളാർ ഇൻവെർട്ടറൊക്കെ പ്രവർത്തിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ചെറിയ ബാറ്ററികൾ. ഇതേപോലത്തെ ഒരു 2 സെറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ 230 വോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇൻവെർട്ടർ 24 അവേഴ്സും വർക്ക് ചെയ്യുന്ന ഒരു മോഡിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് 15 AH അല്ലെങ്കിൽ 20 AHന്റെ ബാറ്ററി മതിയെന്നത്. അത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അപ്പോൾ ലിഥിയം ബാറ്ററി ആണെങ്കിൽ നമുക്കത് നേരെ പകുതിയാക്കാം. അപ്പോൾ ഇതേപോലത്തെ 2 സെറ്റ് ഉണ്ടെങ്കിൽ, അതായത് 8 ബാറ്ററി ഉണ്ടെങ്കിൽ 8 സെല്ലുണ്ടെങ്കിൽ 12 AH ബാറ്ററി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് വലിയൊരു കോസ്റ്റ് വരുന്നതല്ല. അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് MRP വരുന്നത് 250 ആണ്. അപ്പോൾ നമുക്ക് 200നും 250നും ഇടയ്ക്കുള്ള റേഞ്ചിൽ ഷോപ്പുകളിൽ നിന്നും കിട്ടുന്നതാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നതുകൊണ്ട് ഏതൊക്കെ ഷോപ്പിൽ ഉണ്ടോന്നല്ലെന്ന് അറിയില്ല. ഇതിവിടെ ഹോൾസെയിലായിട്ട് വന്നിട്ടുള്ള ഒരു പാക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിട്ടും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, അതിന്റെ ഫിനിഷിങ്ങും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് പോസിറ്റീവ് റേഞ്ച്, ഈ ഒരു ഭാഗം നെഗറ്റീവ് റേഞ്ചിലാണ്. ഇത് നമ്മുടെ സാധാരണ ബാറ്ററി പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ അടിവശവും ഇങ്ങനെയാണ്. ഈ ഒരു ബാറ്ററിയുടെ ടോപ്പ് സൈഡ് ഇതേപോലെ ഒരു ചെറിയൊരു പഞ്ച് മുന്നോട്ട് നിൽക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബാറ്ററിയുടെ പ്രത്യേകത. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.